ഈ ആറ്റുതീരത്ത് മരത്തണലിലിരുന്നാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത്. ഭൂട്ടാനിലൂടെയുള്ള യാത്രക്കിടയിൽ തിംഫുവിൽ നിന്ന് പുനാഖ എന്ന പ്രദേശത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഭക്ഷണശേഷം യാത്ര തുടരുകയാണ്. ഇനി പുനാഖയിലെ ജോങ് കാണണം. ആറ്റുതീരത്തു കൂടി തന്നെയാണ് പോകുന്നത്. വന്ന വഴിയെ കുറച്ച് പുറകോട്ട് തിരിച്ചു പോകണം. പുനാന്ത് സാങ് നദി നിറഞ്ഞൊഴുകുകയാണ്. പുനാഖ വലിയ പട്ടണമൊന്നുമല്ല. ഒരു വ്യൂ പോയിന്റിൽ ബസ് നിർത്തി. ഞങ്ങൾ ഇനി സന്ദർശിക്കുന്ന പുനാഖ ജോങ്ങിന്റെ ദൂരക്കാഴ്ച ലഭിക്കുന്ന സ്ഥലമാണിത്. ഇതാണ് പുനാഖയിലെ ജോങ്. അതിഗംഭീരമായൊരു നിർമ്മിതി. ഭൂട്ടാന്റെ ജോങ്ങുകളുടെയും ക്ഷേത്രങ്ങളുടെയും എല്ലാം ആർക്കിടെക്ചറൽ ശൈലി ഗംഭീരമാണ്. ആഢ്യത്വം നിറഞ്ഞ ഗാംഭീര്യം നിറഞ്ഞ കെട്ടിടങ്ങൾ. ലോകത്ത് ഇതുപോലുള്ള നിർമ്മിതികൾ അധികമില്ല. പിന്നെയുള്ളത് ടിബറ്റിലാണ്. ടിബറ്റിന്റെ വാസ്തുനിർമ്മാണ ശൈലി കടം കൊണ്ടതാണ് ഭൂട്ടാന്റേത് എന്നെനിക്ക് തോന്നി. അവിടെ ഒരു പാലമുണ്ട്. ഞങ്ങൾ തിരിച്ച് പാലത്തിന്റെ സമീപത്തേക്കെത്തി. ഈ പാലം കടന്നു വേണം ജോങ്ങിലേക്ക് പോകാൻ. പാലം തന്നെ ഒരു കെട്ടിടമാണെന്ന് പറയാം. പാലത്തിൽ കയറാൻ എനിക്ക് മുൻപേ ഒരു കക്ഷി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു പശു ഇവിടെ സ്വതന്ത്ര വിഹാരം നടത്തുന്നു. ഞാൻ പശുവിന് പിന്നാലെ പാലത്തിലേക്ക് കയറി. പാലം ഒരു ഗംഭീര നിർമ്മിതിയാണ്. കവേർഡ് ബ്രിഡ്ജുകൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ചൈനയിലുമെല്ലാമുണ്ട്. ഈ പാലമാകട്ടെ കലാരൂപവും ഒരു ആർക്കിടെക്ചറൽ വിസ്മയവും കൂടിയാണ്. ആദ്യകാലത്ത് ഇവിടെ പൂർണ്ണമായും മരം കൊണ്ട് പണിത ഒരു പാലമാണ് ഉണ്ടായിരുന്നത്. 1957 ഒരു വെള്ളപ്പൊക്കത്തിൽ അത് തകർന്നതിനെ തുടർന്ന് ആധുനിക സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കിയ പാലമാണിത്. മനോഹരമായൊരു നിർമ്മിതി. ഇത്രയും വിശാലമായ നദിക്കു കുറുകെ പാലം കെട്ടിയിരിക്കുന്നത് തൂണില്ലാതെയാണ്. പാലം കടന്നെത്തുന്നത് ജോങ്ങിലേക്കാവും. കുത്തിയൊഴുകുന്ന നദി. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് കലക്കവെള്ളമാണിതിൽ. ജോങ്ങിന്റെ ആഢ്യത്വവും ഗാംഭീര്യവും പാലത്തിൽ നിൽക്കുമ്പോൾ കാണാം. അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതി. മോച്ചു നദിയാണിത്. കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ മോച്ചു നദി പോച്ചു എന്ന മറ്റൊരു നദിയുമായി ചേർന്നിട്ടാണ് ഒഴുകുക. പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നതാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന പരിപാടി. 17ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ഇങ്ങനൊരു കവേർഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 300 വർഷം ആ മരപ്പാലം ഇവിടെ നിലനിന്നു. അന്നും ജോങ്ങിലേക്ക് കടക്കാനുള്ള പ്രധാന വഴി ആ പാലമായിരുന്നു. ആ പാലത്തിന്റെ അതേ മാതൃകയിലാണ് 2008 ഈ പുതിയ പാലം പൂർത്തിയാക്കിയത്. തൂണുകളൊന്നുമില്ലാതെ 55 മീറ്റർ നീളത്തിൽ നിലകൊള്ളുന്ന പാലം. പാലത്തിന്റെ രണ്ടറ്റത്തും ഇങ്ങനെയുള്ള 2 ടവറുകളാണ്. ഞങ്ങൾ പാലം കടന്ന് മറുകരയിലേക്കെത്തി. അവിടെ ചെല്ലുമ്പോൾ കോട്ട കാണാം. പുനാഖ ജോങ്. ടിക്കറ്റ് എടുത്തു വേണം അകത്ത് കയറാൻ. ഇന്ത്യക്കാർക്കൊരാൾക്ക് 300 രൂപയാണ് ജോങ്ങിലെ എൻട്രി ഫീ. സഞ്ചാരത്തിന്റെ ടൂർ മാനേജർമാർ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സംഘമായിട്ട് നടന്നു. ആദ്യം ഒരു മുറ്റത്തേക്കാണ് ചെല്ലുന്നത്. ഇവിടെയും ചില മൊണാസ്ട്രികളും ആരാധനാലയങ്ങളുമൊക്കെ ഉണ്ട്. ഭൂട്ടാന്റെ പഴയ ഭരണസിരാകേന്ദ്രമായിരുന്നു പുനാഖ ജോങ്. അതോടൊപ്പം ടിബറ്റൻ ബുദ്ധിസത്തിലെ ദുഖ്പ എന്ന ശാഖയുടെ ഭൂട്ടാനിലെ ആസ്ഥാനവും. കുറെ പടവുകൾ കയറി വേണം മുകളിലേക്കെത്താൻ. തടിയും കല്ലും കൊണ്ട് പണിത ഗംഭീരമായ നിർമ്മിതി. ഞാൻ പടവുകൾ കയറി മുകളിലത്തെ തട്ടിലേക്കെത്തി. ഇവിടെ നിൽക്കുമ്പോൾ മുൻപ് കണ്ട മൊണാസ്ട്രി, കടന്നു വന്ന വഴി എന്നിവയൊക്കെ കാണാം. ഇവിടെയുമുണ്ട് പ്രയർ വീലുകൾ. ചുവരുകളിൽ ടിബറ്റൻ ബുദ്ധിസത്തിന്റെയും അല്ലെങ്കിൽ ഭൂട്ടാനീസ് മിത്തുകളുടെയും ഒക്കെ കഥകൾ ആലേഖനം ചെയ്തിരിക്കുകയാണ്. എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട്. തൊപ്പി വെച്ച് ഇതിനകത്ത് കയറാൻ പാടില്ല. ചില ആചാരങ്ങളൊക്കെ പാലിക്കണം സന്ദർശകർ. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴും മനോഹരമായ പെയിന്റിങ്ങുകളാണ് കാണുന്നത്. ഭൂട്ടാനീസ് ടിബറ്റൻ താങ്ക പെയിന്റിങ്ങുകളുടെ സ്വഭാവമുള്ള ചിത്രങ്ങൾ. ഗൈഡ് താഷി മുൻപേ നടന്നു. താഷി എൻ്റെ പേഴ്സണൽ ഗൈഡാണ്. ടൂർ സംഘത്തിൽ സഞ്ചാരത്തിന്റെ മാനേജർമാരുണ്ട്. ഇവിടുത്തെ ലോക്കൽ ഗൈഡുകൾ വേറെയുമുണ്ട്. ആദ്യം കയറി ചെല്ലുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തേക്കാണ്. ആദ്യത്തെ നടുമുറ്റം വലിയൊരു നടുമുറ്റമാണ്. അതിന് നടുവിൽ ഒരു ബൗദ്ധവൃക്ഷവും സ്തൂപവുമുണ്ട്.
ജോങ് ഭരണസിരാ കേന്ദ്രമാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് പോലെ 2 നിലയുള്ള കെട്ടിടമാണ് ചുറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നതാവട്ടെ 1 നിലയുടെ ഉയരത്തിലും. നല്ല ഉയർത്തിക്കെട്ടി കോട്ട പോലെ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് ജോങ്ങിന്റെ എല്ലായിടവും. 1955 വരെയും ഭൂട്ടാൻ എന്ന രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്നു പുനാഖ ജോങ്. നിലത്ത് നല്ല കല്ല് വിരിച്ചിരിക്കുന്നു. ടിബറ്റിലും ഭൂട്ടാനിലുമൊക്കെ ഇങ്ങനെയാണ്. ക്ഷേത്രങ്ങളുടെയും പ്രധാന ഭരണസിരാ കേന്ദ്രങ്ങളുടെയും ഒക്കെ മുറ്റങ്ങൾ വലിയ കല്ലുപാകി ഭംഗിയാക്കിയിരിക്കും. ഗൈഡുകൾ കൂടെയുള്ളവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ആദ്യത്തെ കോട്ടയാടിന്റെ ഒരറ്റത്ത് വലിയൊരു ടവറുണ്ട്. ഉത്സെ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ടവർ. 6 നിലയുള്ള ഒരു നിർമ്മിതിയാണത്. കല്ലും മണ്ണും തടിയും കൊണ്ട് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിത ഗോപുരം. ആയുധപുരയായും ധാന്യങ്ങളും മറ്റും സൂക്ഷിക്കുന്ന ഇടമായും നിരീക്ഷണ ഗോപുരമായും പണ്ട് ഉത്സെ ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ കോട്ടയാടിന്റെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കോട്ടയാടിന്റെ ഒരറ്റത്താണ് ഈ ടവർ. വലിയൊരു മുറ്റമാണ്. അതിന്റെ ഒരറ്റത്ത് ബോധിവൃക്ഷം, അതിനുമപ്പുറം സ്തൂപം, മറ്റേ അറ്റത്ത് ടവർ, ചുറ്റോടു ചുറ്റും ഈ കെട്ടിടം. ജോങ് ഭൂട്ടാന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്ന കാലത്ത് വിവിധ കാര്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടങ്ങളിലാണ്. അവിടെ നിന്ന് 2ാമത്തെ കോട്ടയാടിലേക്ക് പോകുന്നത് ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. ഇത്തരത്തിലുള്ള ഇടുങ്ങിയ വഴി ഉണ്ടാക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ശത്രു സൈന്യങ്ങൾക്കൊന്നും പെട്ടെന്ന് കടന്നു വരാൻ കഴിയാത്ത വഴി. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സന്യാസിമാരുടെ ക്വാർട്ടേഴ്സ് ഉള്ള ഭാഗത്തേക്കാണ്. ബുദ്ധഭിക്ഷുക്കൾ വസിച്ചിരുന്ന സ്ഥലമാണിത്. ടിബറ്റിലും ഭൂട്ടാനിലുമൊക്കെ ഭരണസിരാ കേന്ദ്രവും ആത്മീയ കേന്ദ്രവും ഒന്നിച്ചു തന്നെയായിരിക്കും. ഈ ചുറ്റിലുമുള്ള കെട്ടിടങ്ങളിലായിരുന്നു സന്യാസിമാർ വസിച്ചിരുന്നതും മതപഠന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നതും. 2ാമത്തെ കോർട്ട്യാർഡ് പൂർണ്ണമായും മതകാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു കാലത്ത് 600 സന്യാസിമാർ വരെ വസിച്ചിരുന്നു ഇവിടെ. ഭൂട്ടാനെ ഏകീകരിച്ച രാജാവ് നവാങ് നാംഗിയേൽ തന്നെ ഒരു ബുദ്ധ സന്യാസിയായിരുന്നു. ടിബറ്റിൽ നിന്നുള്ള റിംപോച്ചയായിരുന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം 1637 പുനാഖ ജോങ് പണിയുന്നത്. സോവെ പാലേപ്പ് എന്നൊരാളായിരുന്നു ഇതിന്റെ വാസ്തുശില്പി. നമ്മൾ മുൻപേ കണ്ട ടവറിന്റെ മറുവശമാണിത്. ടവറിനകത്തേക്ക് കയറിപ്പോകാനുള്ള ഗോവണി. ടവറിലെ ദാരുശില്പ വേലകളൊക്കെ അത്ഭുതകരമാണ്. 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതെല്ലാം പൂർണ്ണതയോടെ അങ്ങനെ നിൽക്കുന്നു. രാജ്യതലസ്ഥാനം തിംഫുവിലേക്ക് മാറിയെങ്കിലും ഭൂട്ടാന്റെ സാംസ്കാരിക മതമണ്ഡലങ്ങളിൽ പുനാഖ ജോങ്ങിന് ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ ഭൂട്ടാനീസ് രാജാക്കന്മാരുടെയും കിരീടധാരണം നടന്നതും പുനാഖ ജോങ്ങിൽ വെച്ചു തന്നെ. അവിടെ നിന്ന് വീണ്ടും ചെല്ലുന്നത് 3ാമത്തെ കോർട്ട്യാർഡിലേക്കാണ്. അവിടേക്കും ഇടുങ്ങിയ വഴി തന്നെ. ഒരു വലിയ സൈന്യമൊന്നും പെട്ടെന്ന് വന്ന് ആക്രമിക്കരുത്. അതിനുവേണ്ടിയാണ് പഴയ കാലത്ത് ഇടുങ്ങിയ വഴികൾ പണിതുവെച്ചത്. ഇപ്പോൾ 3ാമത്തെ കോർട്ട്യാർഡിലേക്ക് എത്തുന്നു. ഇത് താരതമ്യേന ചെറിയൊരു കോർട്ട്യാർഡാണ്. അതിന്റെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഇവിടുത്തെ ബുദ്ധക്ഷേത്രം. അതിനകത്ത് ക്യാമറ അനുവദിക്കില്ല. അതിഗംഭീരമായ വാസ്തുവിദ്യയാണ്. ഒരു അമൂല്യ നിർമ്മിതി തന്നെയാണ് പുനാഖ ജോങ്. തടിയിലെ കൊത്തുപണികൾ, മരവും കല്ലും കൂട്ടിയോജിപ്പിക്കുന്ന രീതി, ലോഹം കൊണ്ടുള്ള അലങ്കാരങ്ങൾ, പെയിന്റിംഗ് എന്നിവയെല്ലാം പുനാഖ ജോങ്ങിനെ വാസ്തുശില്പികളുടെ ഗവേഷണ വിഷയമാക്കുന്നുണ്ട്. ആഗോള ബുദ്ധചിത്രകലയിൽ തന്നെ അപൂർവമായ 200ഓളം ചെറുചിത്രങ്ങൾ ഈ ജോങ്ങിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭൂട്ടാന്റെ ആദ്യ രാജാവായ നവാങ് നംഗ്യാൽ മാത്രമേ ഈ ജോങ്ങിൽ വസിച്ചിട്ടുള്ളൂ. പിന്നീട് ഭരണസിരാ കേന്ദ്രം ഇവിടം തന്നെയായിരുന്നെങ്കിലും രാജകുടുംബം വസിച്ചിരുന്നത് ട്രോങ്സ് ജോങ് എന്ന കോട്ടയിലെ കൊട്ടാരത്തിലാണ്. 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും തിംഫുവിലെ ഡച്ചൻ ചോലിംഗ് കൊട്ടാരത്തിലായി രാജാവിന്റെ വാസം. ഇപ്പോൾ രാജകുടുംബം താമസിക്കുന്നതാകട്ടെ തിംഫുവിൽ തന്നെയുള്ള സാം ടെലിംഗ് കൊട്ടാരത്തിലാണ്. തടി യഥേഷ്ടം ഉപയോഗിച്ചാണ് ഈ മന്ദിരങ്ങളെല്ലാം പണിതിരിക്കുന്നത്. കൂറ്റൻ തടിത്തൂണുകൾ, അതിലെല്ലാം മനോഹരമായ പെയിന്റിംഗ്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
ഞാൻ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഒന്നാമത്തെ കോർട്ട്യാർഡിലേക്ക് എത്തിയിരിക്കുന്നു. കോർട്ട്യാർഡിന്റെ വക്കിലെ മരധാരാളിത്തം കണ്ടങ്ങനെ നടന്നു. താഷി മുന്നേയുണ്ട്. ചരിത്രമൊക്കെ പറഞ്ഞു തരുന്നുമുണ്ട്. ഇതാണ് ബോധിവൃക്ഷം. ഇന്ത്യയിലെ ഗയയിൽ നിന്ന് കൊണ്ടുപോയ യഥാർത്ഥ ബോധിവൃക്ഷത്തിന്റെ ഒരു തൈ ഇവിടെ നട്ടു വളർത്തിയതാണ്. അതങ്ങനെ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ 2 വലിയ യുദ്ധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ടിബറ്റിൽ നിന്നുള്ള സൈന്യം 1639-ലും 1644-ലും പുനാഖ ജോങ് ആക്രമിച്ചു. 2 തവണയും ബുദ്ധസന്യാസിമാർ നേതൃത്വം നൽകിയ ഭൂട്ടാനി സൈന്യം ടിബറ്റന്മാരെ തുരത്തി. 2ാമത്തെ യുദ്ധമായിരുന്നു ഏറ്റവും ശക്തം. അന്ന് ടിബറ്റൻ പടയാളികൾ ഇവിടെ റിംപോച്ചെ നവാങ് നങ്ങിയേലിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. പടവുകളിറങ്ങി ഞാൻ ജോങ്ങിന്റെ താഴേക്കെത്തി. അശോക് റായ് വണ്ടിയെടുത്തു. പുനാഖയിൽ തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്. അത് കാണാനാണ് ഞങ്ങൾ ഇനി പോകുന്നത്. മുൻപൊരിക്കൽ വന്നപ്പോഴും ഞാനത് കണ്ടിരുന്നു. ഈ ബസ്സിൽ ഞാൻ ഇപ്പോൾ കൂടി മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ. ഇനി മടക്കയാത്രയിൽ സഞ്ചാരം ടീമിന്റെ തന്നെ അടുത്ത വണ്ടിയിൽ കയറണം. ഈ ബസ്സിൽ 12 പേരേയുള്ളൂ. ഇവിടെ നിന്ന് ഒരു പാലം കടക്കണം. ഒരു ബെയ്ലി പാലം. ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായത്തോടെ പണിത പാലമാണ്. 150 അടി നീളമുള്ള ഉരുക്കുപാലം. നദിയുടെ മറുകരയിൽ 35 കുടുംബങ്ങൾ വസിക്കുന്ന ബാലി എന്ന ഗ്രാമമുണ്ട്. ആ ഗ്രാമീണരുടെ സൗകര്യാർത്ഥമാണ് ബെയ്ലി പാലം പണിതത്. പാലം കടന്ന് ഒരു ഉൾനാട്ടിലൂടെ ഓടുകയാണ്. പണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ റോഡ് ടാർ ചെയ്തിരുന്നില്ല. ഇതിലെ നടന്നുപോയത് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ അങ്ങോട്ട് വണ്ടികൾ പോകുന്നു. അടുത്ത കാലത്ത് ടൂറിസം വളർച്ചയുടെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് ഈ ഭാഗമൊക്കെ. ഇവിടെ കുറെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. ദേവയാനിയമ്മ ബസ്സിൽ നിന്നിറങ്ങുന്നു. ഈ സംഘത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ. 92 വയസ്സുകാരി. പക്ഷേ ഒരു മടിയുമില്ല. ഏതു വഴിയിലൂടെയും നടക്കും. ഏതു മലയും കയറും. 92-ാം വയസ്സിൽ ലോകയാത്ര നടത്തുന്ന ഒരമ്മൂമ്മ. പ്രായമായില്ലേ മക്കളെ, എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെ വെല്ലുവിളിക്കുകയാണ് ഈ അമ്മൂമ്മ. സഞ്ചാരത്തിന്റെ സ്ഥിരം പ്രേക്ഷക. എല്ലാ പ്രായക്കാരുമുണ്ട് നമ്മുടെ കൂടെ. ചെറുപ്പക്കാർ മുതൽ 92 വയസ്സുകാരി വരെ. ഇതാണ് സഞ്ചാരത്തിന്റെ ശക്തി. നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോകുമ്പോൾ അകലെ ഒരു ഗ്രാമം കാണാം. നദിക്കക്കരെ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് പോകാനായി നദിക്ക് കുറുകെ ഒരു തൂക്കുപാലം. ഈ തൂക്കുപാലത്തിലൂടെ നടന്ന് അക്കരെ ഗ്രാമത്തിലേക്ക് പോകാം. അതാണ് ഇനിയുള്ള പരിപാടി. നെൽവയലുകളാൽ ചുറ്റപ്പെട്ടതാണ് ആ ഗ്രാമം. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഈ നദിയും നമ്മൾ ബെയ്ലി പാലം കടന്ന നദിയും കൂടി ജോങ്ങിന്റെ സമീപം വെച്ച് ഒന്നിക്കുന്നുണ്ട്. ഇവിടെ കള്ളിമുൾ ചെടി പോലെ ഒരു ചെടി കാണുന്നു. ഹിമാലയത്തിൽ ഇത്തരം ചെടികൾ വളരുന്നുണ്ടോ എന്ന് എനിക്ക് അത്ഭുതമായി. മറുകരയിൽ മനോഹരമായ നെൽവയലുകൾ. ആ നെൽവയലുകളുടെ ഓരങ്ങളിൽ ചെറിയ ഗ്രാമങ്ങൾ. ഗ്രാമത്തിലേക്ക് നീണ്ടുകിടക്കുന്ന ഉരുക്കിന്റെ തൂക്കുപാലം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ചെറിയൊരു പാലമാണ്. പക്ഷേ 180 മീറ്റർ നീളമുണ്ട് അതിന്. പുനാഖ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് അതറിയപ്പെടുന്നത്. കുറെ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട് ഭൂട്ടാനിലേക്ക്. എല്ലാവരും പാലത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. പാലത്തിൽ കയറുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പാലം ആട്ടരുത്, പാലത്തിൽ നിന്ന് കളിക്കരുത്, റെയിലിംഗ് ചായ്ക്കരുത് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പാലത്തിലേക്ക് കയറി. ഈ പാലം ഉരുക്കുവടങ്ങളിൽ വെറുതെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയല്ല. ആടി ഉലയാതിരിക്കാൻ 2 വശത്തേക്കും വലിച്ചു കെട്ടിയിട്ടുകൂടിയുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ സ്റ്റേബിൾ ആണെന്ന് പറയാം. അടിയിലെ ഉരുക്കുപട്ടയിൽ ചെറുപട്ടകൾ വിലങ്ങിനെയും വെൽഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെന്നുകയുമില്ല. നല്ല പെർഫെക്ഷനുള്ള പണിയാണ്. കൂറ്റൻ ഉരുക്കുവടത്തിലാണ് പാലം തൂങ്ങിക്കിടക്കുന്നത്. 2 കരയെയും ബന്ധിപ്പിച്ച് അതങ്ങനെ നിലകൊള്ളുന്നു. ഇത്തരത്തിലുള്ള തൂക്കുപാലങ്ങൾ ഹിമാലയൻ പ്രദേശങ്ങളിൽ ധാരാളമുണ്ട്. ഗംഗയുടെയും യമുനയുടെയും ഭാഗീരഥിയുടെയും ഒക്കെ 2 വശങ്ങളിലുമുള്ള നിരവധി ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്നത് ഇത്തരം തൂക്കുപാലങ്ങളാണ്.
ഇത്തരത്തിലുള്ള തൂക്കുപാലങ്ങളുടെ എക്സ്പേർട്സ് തന്നെയുണ്ട് ഹിമാലയൻ റീജിയണിൽ. 17-ാം നൂറ്റാണ്ട് വരെ നീണ്ടുകിടക്കുന്നതാണ് ഈ പാലത്തിന്റെ ചരിത്രം. ഭൂട്ടാന്റെ ആദ്യ രാജാവും ബുദ്ധസന്യാസിയുമായ നവാങ് നംഗ്യാലാണ് 1637-ൽ ഈ പാലം ആദ്യം പണിയുന്നത്. പിന്നീട് പല കാലങ്ങളിൽ ഈ പാലം പുതുക്കി പണിയുകയുമുണ്ടായി. പാലത്തിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു. ഒരു 1/4 കിലോമീറ്റർ നടക്കാനുണ്ട്. നടുക്കെത്തുമ്പോൾ ഈ പാലം ഒന്നുലയും, നന്നായി ആടും. അപ്പോൾ ഒരു ചെറിയ പേടി വരാതിരിക്കില്ല. ബുദ്ധസൂക്തങ്ങൾ എഴുതിയ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് പാലത്തിന്റെ 2 കൈവരിയും. അടിയിൽ നല്ല കുത്തി ഒഴുകുന്ന നദിയാണ്. പക്ഷേ ഇതിലൂടെയുള്ള നടത്തം രസകരമാണ്. ഈ പാലത്തിൽ കൂടി തന്നെയാണ് മറുകരയിലേക്ക് ശുദ്ധജലം കൊണ്ടുപോകുന്ന പൈപ്പും പോകുന്നത്. അങ്ങനെ നടന്ന് ഞാൻ മറുകരയിലെത്തിയിരിക്കുന്നു. ഇവിടം ചെറിയൊരു ഗ്രാമത്തിന്റെ ഭാഗമാണ്. ഏതാനും റെസ്റ്റോറന്റുകളും പലചരക്ക് കടയും ഒരു ബാറുമൊക്കെ ഉണ്ട് ഇവിടെ. കെട്ടിടങ്ങളൊക്കെ അതിഗംഭീരമാണ്. ഈ കെട്ടിടങ്ങളുടെ പിൻഭാഗത്ത് നെൽവയലുകളാണ്. ഒരു റെസ്റ്റോറന്റ് ആൻഡ് ബാർ ആണ് ഇത്. ഇവിടുത്തെ എല്ലാ റെസ്റ്റോറന്റിനോടും അനുബന്ധിച്ച് ഒരു ബാറുമുണ്ടാകും. എവിടെയും മദ്യം കിട്ടും. ഞാൻ ആ കടത്തിണ്ണകളിലൂടെ നടന്നു. മനോഹരമായ നിർമ്മിതിയാണ്. ഗ്രാമത്തിൽ ദരിദ്രരാണ് കെട്ടിടം പണിയുന്നതെങ്കിലും പണിയുന്നതെല്ലാം ഇങ്ങനെയായിരിക്കും. വെറുതെ കോൺക്രീറ്റ് കൊണ്ട് ഒരു പെട്ടി വാർക്കുന്ന പരിപാടിയല്ല ഇവർക്ക്. എന്ത് പണിതാലും അതിന് കലാപൂർണതയുണ്ടായിരിക്കും. ഞാൻ റെസ്റ്റോറന്റിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവർ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. നടന്നു മടുത്തു. ഞാനും വിഭവങ്ങൾ എന്താണെന്ന് നോക്കി. പാശ്ചാത്യ വിഭവങ്ങളാണ് കൂടുതലും. പാസ്ത, ബീഫ് മോമോ ഒക്കെയുണ്ട്. എല്ലാവരും ഓരോ ചായ പറഞ്ഞിരുന്നു. അത് വന്നു. യാക്കിന്റെ പാലുകൊണ്ടുള്ള ചായയാണ്. പക്ഷേ വളരെ ലൈറ്റാണ്, പാലുവെള്ളം പോലെ. മറ്റൊരു ബസ്സിൽ വന്ന സഞ്ചാരം ടീം വേറൊരു റെസ്റ്റോറന്റിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ഷിൻജു, ടൂർ മാനേജർ. അടുത്ത കടയുടെ മുന്നിൽ ഒരു അമ്മൂമ്മ ഇരിപ്പുണ്ട്. കലാപരമായ കെട്ടിടങ്ങൾ. ജിംബ ഗിലിഷൻ ജനറൽ ഷോപ്പ് ആൻഡ് ബാർ എന്ന കെട്ടിടത്തിൽ ബോർഡ്. ഞങ്ങളുടെ സംഘത്തിന് ഇവിടെ കുറച്ചുനേരം വിശ്രമ സമയമാണ്. ആ സമയം കൊണ്ട് ഞാൻ ആ കെട്ടിടത്തിന് പുറകിലേക്ക് ചെന്നു. അതിമനോഹരമായ നെൽവയലുകൾ, കൊതി തോന്നുന്ന വയലുകൾ. ഇത്രയും കൃത്യതയോടുകൂടി നമ്മുടെ നാട്ടിൽ പോലും നെൽവയലുകൾ കാണുമോ എന്ന് സംശയമാണ്. വിളഞ്ഞു തുടങ്ങിയ വയലുകളാണ്. അത് മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ അങ്ങേയറ്റത്ത് ഗ്രാമം. 100ഓളം ആളുകൾ വസിക്കുന്നൊരു ഗ്രാമമാണത്. അതിനപ്പുറത്തേക്ക് മലമുകളിൽ വേറെയും ഗ്രാമങ്ങളുണ്ട്. ഇന്ന് അവിടേക്കൊക്കെ റോഡുകൾ വന്നിട്ടുണ്ട്. ഈ തൂക്കുപാലം കടന്നു തന്നെ വരണമെന്നില്ല. പല വഴികൾ അങ്ങോട്ടുണ്ട്. വയലിന്റെ കാഴ്ചയിൽ മുഴുകി കുറച്ചുനേരം ഞാൻ നിന്നു. മടങ്ങേണ്ട സമയമായിരിക്കുന്നു. എന്റെ ടീം നേരത്തെ പാലം കടന്നു കഴിഞ്ഞു. കൊതിപ്പിക്കുന്ന ഒരു ഗ്രാമമാണിത്. ഏതാനും ദിവസം ഇവിടെ വന്ന് താമസിക്കാൻ തോന്നും. തിരിച്ചു നടന്ന് പാലത്തിലേക്ക് കയറി. പാലം നമ്മൾ കരുതിയതിനേക്കാൾ നീളമുണ്ട്. കുറേ ദൂരം നടക്കണം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഗ്രാമീണൻ വരുന്നു. നമസ്തേ പറയുന്നു. കൗതുകമാണ് എല്ലാവരുടെയും മുഖത്ത്. പാലത്തിന്റെ നടുക്ക് നിന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. നദി, 2 വശത്തും പർവ്വതനിരകൾ. പാലം കടന്നു ചെല്ലുമ്പോൾ ഭൂട്ടാന്റെ തന്നെ ചില ഭാഗത്തു നിന്നെത്തിയ ചില സ്ത്രീകൾ ഇവിടെയുണ്ട്. ട്രഡീഷണൽ വസ്ത്രമൊക്കെ ധരിച്ചാണ് അവർ വരുന്നത്. ഇതാണ് ഇവിടുത്തെ പുരുഷന്റെയും സ്ത്രീയുടെയും വസ്ത്രം. ഖോ എന്നും കീര എന്നും പറയും. പുരുഷന്റെ വസ്ത്രമാണ് ഖോ. സ്ത്രീകളുടെ പാരമ്പര്യ വസ്ത്രം കീര എന്നും അറിയപ്പെടുന്നു. ഇത്രയും കലാപരമായ നല്ല വൃത്തിയുള്ള ആഢ്യത്വമുള്ള വസ്ത്രം വേറെ അധികമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം കണ്ടോ? അതും പാരമ്പര്യ വേഷമാണ്. ഞാൻ ചെന്ന് വണ്ടിയിൽ കയറി. ഇങ്ങോട്ട് വന്ന വണ്ടിയിലല്ല. ഈ ഡ്രൈവർക്ക് ഇംഗ്ലീഷ് വശമില്ല. സഞ്ചാരത്തിന്റെ മറ്റൊരു സംഘം സഞ്ചരിക്കുന്ന വാഹനമാണ്. ഞാനൊരു വാക്കു കൊടുത്തിരുന്നു, മടക്കയാത്രയിൽ ഇവരുടെ വണ്ടിയിൽ കയറാമെന്ന്. ഇതിനകത്ത് രസികന്മാരെല്ലാം ഉണ്ട്. ഇതിലും 12 പേരേ ഉള്ളൂ. ഇനി മടക്കയാത്ര. മടക്കയാത്രയിൽ എവിടെയും നിർത്തുന്നില്ല.
രാത്രിയാകുമ്പോഴേക്കും തിംഫുവിലെത്തണം. വന്ന ബെയിലി പാലത്തിലൂടെ തന്നെ കടന്നു. ഭൂട്ടാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പണിയുന്നതിൽ ഇന്ത്യ വലിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ സഹായിക്കുന്നത്. അവർ തന്നെയാണ് ഇത്തരം പാലങ്ങൾ പണിയുന്നതും. സത്യത്തിൽ ഭൂട്ടാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് മുതൽ ഒത്തിരി കാര്യങ്ങളിൽ ഇന്ത്യയാണ് സഹായിക്കുന്നത്. ഇന്ത്യ സഹായിച്ചില്ലെങ്കിൽ ചൈന കയറി സഹായിച്ചു കളയും. അതും പ്രശ്നമാണ്. നേരത്തെ സന്ദർശിച്ച പുനാഖ ജോങ്ങിനെ മറുകരയിൽ വെച്ച് ഒരിക്കൽ കൂടി കണ്ടു. നദികളുടെ സംഗമസ്ഥാനം ഇവിടെയാണ്. പോച്ചു, മോച്ചു എന്നീ നദികൾ ഒന്നിക്കുന്ന ഇടം. അതിൽ പോച്ചുവിന് കുറുകെയാണ് ഞങ്ങൾ തൂക്കുപാലത്തെ കടന്നത്. കവേർഡ് ബ്രിഡ്ജ് കടന്നത് മോച്ചുവിന് കുറുകെയും. ഞങ്ങൾ മടക്കയാത്ര തുടർന്നു.